ഹലോ മൈ ഡിയർ പാരൻസ്, ഇറ്റ്സ് മീ മോംസി. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് യഥാർത്ഥത്തിൽ എന്തിലാണ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് എന്നതിനെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യത്തെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്, റീഡിങ്. പലപ്പോഴും പാരൻസ് ടീച്ചേഴ്സിനോട് വന്നിട്ട് ചോദിക്കുന്നതാണ്, എൻ്റെ കുട്ടിക്ക് എത്ര മാർക്ക് കിട്ടി, എല്ലാ സബ്ജക്റ്റിലും അവന് നന്നായി പെർഫോം ചെയ്യുന്നുണ്ടോ? പക്ഷേ ഒരു ഒന്നാം ക്ലാസ്സിൽ ഉള്ള കുട്ടിയെ കുറിച്ചിട്ട് നമ്മൾ ടീച്ചേഴ്സിനോട് ആദ്യം ചോദിക്കേണ്ടത്, എൻ്റെ കുട്ടിക്ക് വായിക്കാൻ ഇഷ്ടമാണോ? കാരണം ഒരു കുട്ടിക്ക് നന്നായി വായിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അവന് എല്ലാ സബ്ജക്റ്റും നല്ല അടിപൊളിയായിട്ട് പഠിക്കാൻ തുടങ്ങും എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഒരു മാത്സിൽ ഒരു വേർഡ് പ്രോബ്ലം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വേർഡ് പ്രോബ്ലം വായിക്കാൻ നമുക്ക് പറ്റണം. അതുപോലെ സയൻസ് കൺസെപ്റ്റ് മനസ്സിലാക്കാനും നമുക്ക് റീഡിങ് ആവശ്യമാണ്. അതേപോലെ നമുക്ക് തരുന്ന ഓരോ ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്യാൻ റീഡിങ് ആവശ്യമാണ്. അതുകൊണ്ട് റീഡിങ് ഒരു സബ്ജക്റ്റ് അല്ല, അത് എല്ലാ ലേണിങ്ങിൻ്റെയും ഒരു ഫൗണ്ടേഷൻ ആണ്. ഓക്കെ, സോ നമ്മൾ കുട്ടികളുടെ മാർക്കിലോട്ട് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നതിന് പകരം ഇത്തരം സ്കിൽസ് കാര്യങ്ങളൊക്കെ മക്കള് എങ്ങനെയാണ് എന്ന് നമ്മളൊന്ന് അനലൈസ് ചെയ്യുക. അതിനു വേണ്ടിയിട്ട് അവർക്ക് സപ്പോർട്ട് ആൻഡ് ഗൈഡൻസ് കാര്യങ്ങളൊക്കെ കൊടുക്കുക എന്നുള്ളതാണ്. ഒരു കുട്ടി ആദ്യമായി ഒരു സെന്റൻസ് സ്വയം വായിക്കുന്ന സമയത്ത് അത് മേ ബി ചെറിയ കാര്യമാണെന്ന് തോന്നും, പക്ഷെ ആ ഒരു മൊമെന്റിൽ നമ്മളുടെ മക്കളുടെ ഒരു കോൺഫിഡൻസിൽ വലിയൊരു ഷിഫ്റ്റ് ഉണ്ടാകും എന്നുള്ളതാണ്.